അല്ല, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. നമ്മളാരും നിയമത്തിന് അതീതരല്ല. എല്ലാവർക്കും നിയമം ബാധകമാണ്. അതുകൊണ്ട് നിയമം ആ വഴിക്ക് നീങ്ങട്ടെ ആണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അന്വേഷണം നടക്കുകയാണ്, കോടതിയുടെ ഇടപെടലുകളുണ്ട്, അതിൽ കാര്യങ്ങൾ പോകട്ടെ. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ 4 വർഷക്കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സർക്കാരിനെതിരായി ഇന്ന് കോടതി രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർത്തുന്നത്. 4 വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിനെ പറ്റി മുഖ്യമന്ത്രി ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അദ്ദേഹം അത് പ്രതികരിക്കാൻ ബാധ്യസ്ഥനല്ലേ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി പൂഴ്ത്തി പറയുന്ന അദ്ദേഹം എന്തുകൊണ്ട് 4 വർഷക്കാലം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു? അപ്പോൾ ജെൻഡർ ഈക്വാളിറ്റിയെപ്പറ്റി പൊതുവേ അഭിപ്രായമുള്ളൊരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും അല്ലാത്ത സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന അതിക്രമങ്ങളെ നിയന്ത്രിക്കാനുള്ള നടപടി സ്വീകരിക്കാതെ ഇത് ഒളിച്ചു വെക്കുകയാണ് ഈ ഗവൺമെൻറ് ചെയ്തത്. ഗവൺമെൻറ്റാണ് ഈ കാര്യത്തിൽ ഏറ്റവും വലിയ കുറ്റവാളി. 4 വർഷം എന്തിന് പൂഴ്ത്തിവെച്ചു എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. മറ്റു കാര്യങ്ങൾ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. പോലീസ് സെർച്ച് നടത്തുന്നുണ്ട്, അന്വേഷണമുണ്ട്, അതിൻ്റെ വഴിക്ക് പോകട്ടെ. ഇത്രയും പ്രമാദമായ ഒരു കേസിൽ സിദ്ദീഖിനെ പോലെ ഒരാളെ കണ്ടുപിടിക്കാനാവില്ല എന്നത് ഒളിപ്പിച്ച് വെച്ചാണ് സിദ്ദീഖിനെ. അല്ല, അതെല്ലാം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പോലീസ് അന്വേഷിക്കുകയാണ്. നമുക്ക് അവർ കണ്ടെത്താൻ പോലീസ് ബാധ്യസ്ഥരാണ്. ആ നിയമ നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇത്തരം കേസുകളിൽ അങ്ങനെ ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ഒന്നല്ല. ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കുകയാണ് വേണ്ടത്. ഇപ്പം പിന്നെ CPM ധാർമ്മികത എന്ന് പറയുന്ന ഒന്നില്ലാത്തത് കൊണ്ട് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ധാർമ്മികമായ അറസ്റ്റ് വരെ കഴിഞ്ഞ സാഹചര്യത്തിൽ ധാർമ്മികമായി അത് ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, അതാണ് നേരത്തെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവർ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള പല വിഷയങ്ങളുണ്ട്. അത് അവർ മറന്നു പോകരുത്. ഇറ്റ്സ് അപ് ടു ദം. സാധാരണഗതിയിൽ പോലീസിൽ ഇത്തരമൊരു റിപ്പോർട്ട് കിട്ടിയാൽ റിപ്പോർട്ട് സ്വീകാര്യമല്ലെങ്കിൽ DGP ആ റിപ്പോർട്ട് മടക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ കീഴ്വഴക്കം. എന്നാൽ DGP റിപ്പോർട്ട് മടക്കിയിട്ടില്ല. അത് അദ്ദേഹം ഒരു ഫർദർ എൻക്വയറിക്ക് വേണ്ടി കൊടുക്കുകയാണ്. ഫർദർ എൻക്വയറിക്ക് ഉത്തരവിടാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കേ കഴിയുള്ളൂ. അപ്പോൾ ഈ കേസ് വളരെ പ്രമാദമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു ഫർദർ എൻക്വയറിക്ക് ഉത്തരവിടേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ കേസ് അന്വേഷിച്ചത് ആ പ്രതി തന്നെയാണ്. യഥാർത്ഥ പ്രതി തന്നെ കേസ് അന്വേഷണത്തിന് പോയാൽ എന്താകും ഉണ്ടാകുന്നത്? ക്ലീൻ ചിറ്റ് എല്ലാവർക്കും നൽകിയല്ലേ ഉണ്ടായത്? ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് BJPയെ വിജയിപ്പിക്കാനുള്ള ഗൂഢാലോചനയായിരുന്നു. അതിനുള്ള കളമൊരുക്കുകയായിരുന്നു ഇവരെല്ലാവരും ചേർന്ന് ചെയ്തത്. അത് മുഖ്യമന്ത്രിയുടെ അറിവോടെ തന്നെ ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം ആ പൂരം കലക്കിയതോടുകൂടി കരുവന്നൂർ കേസ് ഇല്ലാതായി. വളരെ പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ ഉൾപ്പെടുന്ന കരുവന്നൂർ സഹകരണ ബാങ്കിൻ്റെ കേസ് ഇല്ലാതായത് പൂരം കലക്കിയതോടുകൂടിയാണ്. അതോടുകൂടി ആ കേസില്ലാതായി, അന്വേഷണവും നടക്കുന്നില്ല. അപ്പോൾ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പൂരം കലക്കൽ ഉണ്ടായത് എന്നത് വളരെ വ്യക്തമാണ്. അതിന് മുമ്പാണ് ADGP RSS മേധാവിയെ കാണുന്നത്, BJP നേതാക്കളെ കാണുന്നത്. അപ്പോൾ BJPയുമായി ചേർന്നുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥ പ്രതി തന്നെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ അത് സ്വീകാര്യമല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഏതായാലും ശരി, ഈ കാര്യത്തിൽ ഗവൺമെൻറ് നടത്തുന്ന കള്ളക്കളി അവസാനിപ്പിക്കണം. മുഖ്യമന്ത്രി ഈ കള്ളക്കളി അവസാനിപ്പിക്കണം. കേരളത്തിലെ ഒരു ഭരണകക്ഷി MLA ഉന്നയിച്ച ഗൗരവതരമായ ആരോപണങ്ങളിൽ ഒന്നുപോലും പരിശോധിക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല. ഇടതുമുന്നണിയിലെ എല്ലാ കക്ഷികളും ആവശ്യപ്പെട്ടിട്ടും ADGPയെ മാറ്റാതിരിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്? ഒരാളുടെ പേരിൽ ആരോപണം ഉണ്ടായാൽ ആരോപണ വിധേയനായ വ്യക്തിയെ മാറ്റി നിർത്തി അന്വേഷിച്ച് കുറ്റക്കാരനല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാമല്ലോ. അതല്ലേ ചെയ്യേണ്ടത്. അതിന് പകരം റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ADGPയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്, എൻ്റെ അർത്ഥം മുഖ്യമന്ത്രിയുടെ
ഈ രാഷ്ട്രീയ നാടകത്തിൻ്റെ പിന്നിൽ ഇവരെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ADGPയുടെ റിപ്പോർട്ടിൽ ദേവസ്വങ്ങൾക്കാണല്ലോ പഴി. ഏതായാലും പാറമേക്കാവ് ഭഗവതിക്ക് ഏതായാലും കുറ്റമുണ്ടെന്ന് പറയാതിരുന്നത് വലിയ കാര്യമായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രതി തന്നെയാണ് അന്വേഷിക്കുന്നത്, പിന്നെ എന്ത് തെളിയാനാണ്?